ഞാൻ എടുത്തു പറയുന്ന ഒരു ഓതറൈസ്ഡ് സർവീസ് സെൻ്ററിൽ നല്ല രീതിക്ക് അല്ലെങ്കിൽ അവരുടെ ഗുണത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവിടെ തന്നെ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു ഓതറൈസ്ഡ് സർവീസ് സെൻ്ററിൽ ഞാൻ ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നിങ്ങളുടെ വാഹനത്തിൽ ഈ കംപ്ലൈൻറ്റ് ഉള്ളതാണ്, ഇത് മാറ്റാൻ സാധിക്കത്തില്ല. എല്ലാ വാഹനങ്ങൾക്കും കോമൺ ആയിട്ട് വരുന്നൊരു കംപ്ലൈൻറ്റാണ്. ഇങ്ങനെ ഒരു കാര്യം നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യും? അതായത് നിങ്ങളൊരു കംപ്ലൈൻ്റ് ആയിട്ട്, ഒരു വാഹനത്തിൻ്റെ കംപ്ലൈൻ്റ് ആയിട്ട് നേരെ ഷോറൂമിൽ ചെല്ലുകയാണ്, സർവീസ് സെൻ്ററിലോട്ട് ചെല്ലുകയാണ്. അവർ നോക്കിയിട്ട് പറയുകയാണ് ഇതൊരു കോമൺ കംപ്ലൈൻ്റ് ആണ്, ഇതിലൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. പക്ഷേ നിങ്ങൾക്ക് 100% ഉറപ്പുണ്ട് നിങ്ങളുടെ സുഹൃത്തിൻ്റെ വാഹനം നിങ്ങൾ ഓടിച്ചു കഴിഞ്ഞപ്പോൾ ഈ ഒരു കംപ്ലൈൻറ്റ് കാണിക്കുന്നില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം കാണിക്കുന്നില്ല. എന്ത് ചെയ്യാൻ സാധിക്കും? പൊതുവേ സാധാരണക്കാരിൽ അല്ലെങ്കിൽ സാധാരണ വ്യക്തികളുടെ മനസ്സിൽ വരുന്നൊരു സംശയമാണ് എന്ത് ചെയ്യും അടുത്ത്. കാരണം അവരെ കൊണ്ട് കാണിച്ചപ്പോഴേക്കും ഇതിങ്ങനൊരു കോമൺ കംപ്ലൈൻ്റ് ആണെന്ന് പറഞ്ഞു. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തപ്പോൾ അല്ലെങ്കിൽ ബാക്കി നിങ്ങളുടെ സുഹൃത്തിൻ്റെ വാഹനങ്ങൾക്കൊന്നും ഈ ഒരു കംപ്ലൈൻറ്റ് ഇല്ല എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നൊരു കാര്യം അവിടെ തന്നെ അല്ലെങ്കിൽ ആ ഓതറൈസ്ഡ് സർവീസ് സെൻ്ററിലെ മാനേജറുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ സാധിക്കും. അവരോട് സംസാരിച്ച് കാര്യത്തിനൊരു ക്ലാരിഫിക്കേഷൻ മേടിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ അവരുടെ അടുത്തുള്ള വാഹനം നിങ്ങൾ ഓടിച്ചു നോക്കുക, ഈ പറയുന്നൊരു കംപ്ലൈൻറ്റ് അതിനകത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് തർക്കിക്കാൻ സാധിക്കും. അതെന്താണെന്ന് വെച്ചാലും. കാരണം ഒരു കംപ്ലൈൻറ്റ്, ഇപ്പം ഒരു വാഹനം ഒരിക്കലും ഒരു കംപ്ലൈൻ്റ് ഉള്ള രീതിക്ക് നമുക്ക് കൈ കിട്ടത്തില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ കൈ കിട്ടത്തില്ല. പക്ഷേ അതിനെന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് 100% നിങ്ങൾക്ക് അത് ക്ലിയർ ആക്കി കിട്ടിയിരിക്കണം. ഓതറൈസ്ഡ് സർവീസ് സെൻ്ററിൽ ചെയ്യുകയാണെങ്കിൽ മാത്രം. ഇത് ഞാൻ എടുത്തു പറയുന്ന ഒരു ഓതറൈസ്ഡ് സർവീസ് സെൻ്ററിൽ നല്ല രീതിക്ക് അല്ലെങ്കിൽ അവരുടെ ഗുണത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവിടെ തന്നെ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു ഓതറൈസ്ഡ് സർവീസ് സെൻ്ററിൽ ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നതല്ല. പക്ഷേ പറഞ്ഞ ഇൻ ദ സെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ നിങ്ങൾ വാഹനം കൊണ്ട് കൊടുത്ത് എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് വന്നാൽ തിരിച്ചു കൊണ്ട് കൊടുക്കാൻ സാധിക്കും. അതായത് ഈ കംപ്ലൈൻറ്റ് എനിക്ക് റെഡിയാക്കി കിട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ് എ കസ്റ്റമർ അത് അവർ ചെയ്തു തരണം. പുറത്താണെങ്കിൽ ഇത് നടക്കാനുള്ള ചാൻസസ് വളരെ കുറവാണ്. അങ്ങനെ ഒരു ഉറപ്പുള്ളത് കൊണ്ടും ഞാൻ അവിടെ കുറേ നാൾ നിന്നിട്ടുള്ളതുകൊണ്ട് എനിക്ക് ആ ഒരു ഉറപ്പുള്ളതുകൊണ്ടാണ് നിങ്ങളോട് ഈ ഒരു കാര്യം ഞാൻ അതുപോലെ ഓപ്പണായിട്ട് തന്നെ സംസാരിക്കുന്നത്. അപ്പം ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ വാഹനത്തിൻ്റെ കംപ്ലൈൻറ്റ് തീർന്നിട്ടില്ലെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഈ ഒരു കംപ്ലൈൻറ്റ് ഈ വാഹനത്തിൽ ഇല്ലാത്തതാണെങ്കിൽ അത് ക്ലിയർ ആക്കി കിട്ടണം അറ്റ് എനി കോസ്റ്റ്. അതായത് എന്താണ് സംഭവം എന്നുള്ളവർ കണ്ടുപിടിച്ച് പറയണം. അത് കഴിഞ്ഞിട്ട് മാറണോ, അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു പാർട്സിൻ്റെ കംപ്ലൈൻറ്റ് കൊണ്ടായിരിക്കും. അപ്പം ഏത് പാർട്സിൻ്റെ കംപ്ലൈൻ്റ് ആണ്, എന്ത് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കംപ്ലൈൻറ്റ് മാറും, അല്ലെങ്കിൽ ഇന്ന പാർട്സ് മാറണം, അത് കുറച്ച് കോസ്റ്റ്ലിയാണ്. അങ്ങനെയാണെങ്കിൽ ആ പാർട്സിനെ ചിലപ്പം കുറേ നാൾ കഴിഞ്ഞ് അല്ലെങ്കിൽ കുറച്ചുകൂടെ കഴിഞ്ഞ് മാറിയാൽ മതിയോ, അത് മാറിയില്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസസ് ഉണ്ട്, ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാറണമെന്നുണ്ടെങ്കിൽ, അതായത് അത്യാവശ്യമുള്ള കാര്യമാണെങ്കിൽ മാറി വിടുക. ഇൻ കേസ് ഇപ്പോൾ അത്യാവശ്യം ഇല്ലാത്ത കാര്യമാണെങ്കിൽ കുഴപ്പമില്ലെന്ന് വെക്കുക. കാരണം ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ റിയർ ഷോക്കിൻ്റെയൊക്കെ ഒരു കപ്പ് പൊട്ടുകയാണ്, വളരെ സിമ്പിൾ ഒരു എക്സാമ്പിളാണ് പറയുന്നത്. ഡസ്റ്റ് കപ്പ് പൊട്ടിപ്പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കണ്ടീഷനിൽ ഓടുന്നതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യക്ഷത്തിൽ പെട്ടെന്ന് കുഴപ്പങ്ങളൊന്നും വരത്തില്ല. കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും പൊടിയും കാര്യങ്ങളൊക്കെ കൂടുതൽ ഇറങ്ങിക്കഴിഞ്ഞ് അതിൻ്റെ സീല് പോയി കഴിഞ്ഞാൽ മാത്രം ഈ ഒരു ഷോക്ക് നമുക്ക് മാറേണ്ടി വരത്തുള്ളൂ. അപ്പം ഈ ഒരു കപ്പ് പൊട്ടിക്കിടക്കുന്നതുകൊണ്ട് ഗട്ടർ റോഡ്സിലൊക്കെ വീഴുന്ന സമയത്ത് ഈ കപ്പിൻ്റെ ഒരു ഒച്ച കേൾക്കാം. വേണമെങ്കിൽ മുറിച്ച് കളയാം. ഇനി മുറിച്ച് കളഞ്ഞില്ലെന്നുണ്ടെങ്കിലും ഈ ഒരു ഒച്ച കേൾക്കുന്നതുകൊണ്ട് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒച്ച ബുദ്ധിമുട്ടില്ലാത്ത ആൾക്കാർക്ക് അത് ഓടിക്കാം. ഇനി അതല്ലാത്ത ആൾക്കാർക്ക് വേണമെങ്കിൽ അത് കട്ട് ചെയ്ത് കളയാം. ഇത് അടുത്തൊരു സമയത്ത് അല്ലെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ഈ ഒരു ഷോക്ക് അബ്സോർവർ ലീക്ക് വരുന്ന സമയത്ത് മാറി വിട്ടാൽ മതി. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ അവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കി കൃത്യമായിട്ടുള്ളൊരു റിപ്പോർട്ടും കൂടെ, അതായത് നമ്മുടെ ഒരു വാഹനം ഷോറൂമിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് അവർ ജോബ് കാർഡ് ഓപ്പൺ ചെയ്യും. വർക്ക് കഴിഞ്ഞ് കിട്ടുന്ന സമയത്താണെങ്കിൽ പോലും ഇതിൻ്റെ ഒരു ബില്ലിനകത്ത് റെക്കമെൻഡഡ് വർക്ക്സ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നതിൽ വളരെ വ്യക്തമായിട്ട് അവരത് കൊടുക്കും, ഇന്ന സാധനം കംപ്ലൈൻ്റ് ആണ്, അത് മാറണമെന്നുള്ളത്. അപ്പം നമുക്ക് അടുത്ത പ്രാവശ്യം ഒരു സർവീസിന് ചെല്ലുന്ന സമയത്ത് വളരെ എളുപ്പത്തിൽ അത് നോക്കി മനസ്സിലാക്കി ചെയ്യാൻ സാധിക്കും. ആ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം.